AI ഉപയോഗിച്ച് ചെയ്യുന്ന ലോങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും മോണിറ്റൈസേഷൻ ആകുമോ എന്ന് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. നമ്മൾ ഒരുപാട് സമയമെടുത്ത് ചില ആൾക്കാരൊക്കെ പ്രോംപ്റ്റൊക്കെ എഴുതി ഉണ്ടാക്കി എടുക്കുന്ന 20-30 മിനിറ്റുള്ള വീഡിയോസൊക്കെ ഉണ്ട്, ചിലത് 15 മിനിറ്റുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഷോർട്സൊക്കെ ചെയ്തിട്ട് ആണെങ്കിൽ പോലും മോണിറ്റൈസേഷൻ ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ പോളിസി എന്താണ്, പുതിയ മാറ്റങ്ങൾ എന്താണ് വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചിട്ട് വീഡിയോ ചെയ്താൽ ഏറെക്കുറെ നമുക്കിതിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇനി നമുക്ക് നേരെ എന്താണ് ഈ പ്രശ്നങ്ങളെന്ന് നോക്കാം. മുന്നേ ഈ AI ആയിട്ട് ബന്ധപ്പെട്ട് കുറേ 2025 വന്ന അപ്ഡേറ്റിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാസ് പ്രൊഡക്ഷൻ പാടില്ല, അങ്ങനെ കുറേ സംഭവങ്ങൾ. അത് പക്ഷേ നമുക്കെല്ലാം അറിയാം, മാസ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസ് ഒരു ദിവസം തന്നെ ചെയ്തിങ്ങനെ ഒരു അർത്ഥമില്ലാത്ത വീഡിയോസ് ചെയ്തിടുക, അങ്ങനെയുള്ളൊക്കെ പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളതിൽ പറഞ്ഞ ഒരു കാര്യം ഹ്യൂമൻ ടച്ച് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഹ്യൂമൻ ടച്ച് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, AI വീഡിയോ ജനറേറ്റ് ചെയ്യും. AI വീഡിയോ എന്ന് പറഞ്ഞാൽ VO3-ലായിരിക്കാം, ഗ്രോക്കിലായിരിക്കാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം, ഇപ്പം മെറ്റ AI ചെയ്യുന്നുണ്ട്. എല്ലാം പെയ്ഡായി. ഇപ്പോൾ വീഡിയോ ജനറേഷനൊക്കെ ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകൾ വെച്ച് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഓഡിയോ കൊടുക്കും. എന്നിട്ടും മോണിറ്റൈസേഷൻ കട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നത് മോണിറ്റൈസേഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ AI വെച്ചിട്ട് വീഡിയോ ചെയ്താൽ അത് നല്ല റീച്ച് ആവുകയും ചെയ്യും. അതെന്ത് ചെയ്യും, മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ കിട്ടുകയും ചെയ്യും. ചില കേസിൽ റിജക്റ്റ് ആവും. അത് റിജക്റ്റ് ആവുന്ന കേസിൽ പ്രധാനമായിട്ട് വരുന്നത് സ്ലൈഡ് ഷോ പോലെ ഇമേജസ് മാത്രം വെച്ചിട്ട് ഒന്ന് ആദ്യം മുതൽ അവസാനം വരെ ഒരേ ഇമേജ് ഉപയോഗിക്കുക, പിന്നെ ഇമേജ് തന്നെ ഇങ്ങനെ മാറി മാറി വരുന്നത് പോലെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർ അത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്, ആദ്യം തന്നെ റിജക്റ്റ് ചെയ്യും. ഇനി അതെല്ലാം ഇടയിലും വീഡിയോസൊക്കെ ആഡ് ചെയ്ത് ഇമേജും വീഡിയോസും എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണെങ്കിലും ഓക്കെയാണ്. പിന്നെ ഒരു രീതി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇമേജ് തന്നെ ആയിരിക്കും, പക്ഷേ അതിലെന്തെങ്കിലും ഐക്കൺസ്, നമ്മളിങ്ങനെ കോഫീൻ്റെ കപ്പോ അല്ലെങ്കിൽ അത് വീഡിയോ ആയിരിക്കും, ഇങ്ങനെ കോഫി കപ്പിൽ ഇങ്ങനെ പുക വീഴുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നോ വീഴുന്നതോ അങ്ങനത്തെ ഒക്കെ എഫക്റ്റ് വെച്ചിട്ട് അതൊരു വീഡിയോ പോലെ ആക്കിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്ര കാലം എന്നുള്ളതാണ് ഇതിൽ പ്രധാന വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പഴയ മോണിറ്റൈസേഷൻ നമ്മൾ നേരത്തെ കേട്ട് വന്ന സംഭവങ്ങളല്ല. എന്തുകൊണ്ടാണ് ഈ പുതിയ ചാനലുകൾക്ക് എഫക്റ്റ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞു, സ്റ്റോറി ചാനലുകളാണ് പൊതുവേ AI കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്തു വരുന്നത്. അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. മോണിറ്റൈസേഷൻ ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണിറ്റൈസേഷനൊക്കെ ആവുന്നുണ്ട്, എല്ലാം സെറ്റാണ്, ഒരു കുഴപ്പമില്ലാതെ പോകും. പക്ഷേ പ്രശ്നം വരുന്നത് പിന്നീട് നമ്മൾ നല്ല രീതിയിൽ റീച്ചായി നമുക്ക് പൈസ കിട്ടി തുടങ്ങുമ്പോൾ, പൈസ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നല്ല റവന്യൂ വരുന്നുണ്ടാവും, 50,000 1 ലക്ഷം രൂപയൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സ്റ്റേജിലെത്തുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇതിനവർ പ്രധാനമായിട്ട് നോക്കുന്നത് ഇതിൻ്റെ പാറ്റേൺ കൺസിസ്റ്റൻസിയാണ്. പാറ്റേൺ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത മോണിറ്റൈസേഷനായ ഒരു ചാനൽ അവസാനത്തെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റീച്ചായ 10 വീഡിയോസ് നോക്കും. ഈ 10 വീഡിയോസ് AI ആയിട്ടും ഹ്യൂമനായിട്ടും റിവ്യൂ ചെയ്യും. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഇതിലെ ഒരു സ്റ്റോറി എന്ന് പറയാം. അപ്പോൾ സ്റ്റോറി ഒരേ പാറ്റേണാണെന്ന് വിചാരിക്കുക. അതായത് എന്തെങ്കിലും വീട്ടിലെ പ്രശ്നം, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ പണക്കാരനാവുന്നു, അത് തന്നെ പല പല ആംഗിളിൽ മാറ്റി മാറ്റിയിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പം ഇന്ന് പിന്നെ കേരളത്തിലാണെങ്കിൽ ചിലപ്പോൾ നാളെ ഗുജറാത്തിലായിരിക്കും. അങ്ങനെ ലൊക്കേഷൻ മാത്രം മാറുന്നു, സംഭവം പാവപ്പെട്ടവൻ പണക്കാരനാവുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ അമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാറ്റേൺ കൺസിസ്റ്റൻസി അവർ നോക്കും. ഇതെല്ലാം ഒരേപോലെ വന്ന സാധനങ്ങളാണെങ്കിൽ അത് ഡീമോണിറ്റൈസേഷൻ ആവുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. കാരണം ഞാൻ കുറേ നാൾ ഇതിൻ്റെ പിന്നാലെ നടന്നിട്ടാണ് ഈ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വന്നത്. അപ്പോൾ ഇവിടെ ഹ്യൂമൻ ടച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, നിങ്ങൾ ഓൺ വോയിസ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അതൊന്നുമല്ല വിഷയം. പാറ്റേൺ ഇതിൽ പറയുന്ന കൺസിസ്റ്റൻസി വന്നാൽ പണി കിട്ടും. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഹിന്ദി ചാനലിനോ മറ്റോ ഒക്കെ എടുത്തിട്ടുള്ള സ്റ്റോറി എടുത്തിട്ട് ജെമിനിയിൽ നമ്മൾ മാറ്റം വരുത്തി അതിലെ നമ്മൾ ഇടുമ്പോഴും ഇത് AIക്ക് മനസ്സിലാവും. അതായത് മറ്റൊരു വീഡിയോയിലുള്ള ടോപ്പിക്കാണ് അല്ലെങ്കിൽ മറ്റൊരു സംഭവമാണ്, അതിനെ നമ്മൾ പേരും സ്ഥലങ്ങളും മാറ്റിയതാണ് എന്നൊക്കെ കൃത്യമായിട്ട് എന്താ അറിയാം, ഈ AI ടൂൾസിന് മനസ്സിലാവും. അപ്പോൾ അത് അവർ റിവ്യൂ ചെയ്യുമ്പോഴും അവർക്ക് മനസ്സിലാവും. അതിൽ ഇൻക്ലൂഡിങ് വീഡിയോ മാത്രമല്ല കേട്ടോ, വീഡിയോൻ്റെ തമ്പനെയിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന രീതി, കാരണം എല്ലാം ഓരോ സീരീസ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും അതിനും പ്രശ്നം വരും. അപ്പോൾ കൃത്യമായിട്ട് എല്ലാം ഒരേ പാറ്റേണിലാണ് വരുന്നത്. അങ്ങനെയാണെങ്കിലും ഇതിന് പ്രോബ്ലം വരുന്നുണ്ട്.
പിന്നെ വരുന്ന പ്രശ്നം നമ്മൾ AI ഉപയോഗിച്ച് ചെയ്ത വീഡിയോ ഇപ്പോൾ ഷോർട്സ് ആവാം എന്താവാം അതിലൊരു വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും കാണുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് എന്തെങ്കിലും ഒരു വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ അത് എത്ര ഈസി ആയിട്ടാണോ നിങ്ങൾ ഉണ്ടാക്കിയത്, അതായത് വെറുതെ ജസ്റ്റ് ഒരു 2 പ്രോംപ്റ്റ് കൊടുക്കുമ്പോഴേക്കും കിട്ടിയ ഒരു വീഡിയോ ആണെങ്കിൽ കുറേ കഴിയുമ്പം, അത് ഞാൻ പറഞ്ഞ ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല, മോണിറ്റൈസേഷൻ ആവുകയും ചെയ്യും. പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇതിന് പ്രശ്നം വന്നു തുടങ്ങുക. അപ്പോൾ അതാണ് ഏറ്റവും വലിയ വിഷമമുള്ള കാര്യം. അതായത് ആദ്യമേ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയാൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ മോണിറ്റൈസേഷൻ റിജക്റ്റ് ആവില്ല, മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ പാറ്റേൺ ഇങ്ങനെ പോകുമ്പോഴാണ് ഇവർ പിടിക്കുക. അപ്പം വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിടിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന സാധാരണ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ AI വീഡിയോ ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു സംസാരമാണെങ്കിൽ ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ചിലപ്പോൾ വോയിസ് ഓവർ സിങ്ക് ഒന്നും ആവില്ല. അതായത് അവർ സംസാരിക്കുന്ന മലയാളം ലിപ് സിങ്ക് ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. അത് കാരണം ഈ ഗ്രോക്ക് പോലെയുള്ള അതിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അത് ഗ്രോക്കൊക്കെയാണ് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന ചെറിയ പൈസക്ക് 700 രൂപക്കൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഇതിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിലൊക്കെ ചെയ്യുമ്പോൾ അതിൽ എങ്കിലും മെറ്റയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വിഷ്വൽ കിട്ടും. പക്ഷേ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നതാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വോയിസ് ഓവർ അതും തമ്മിൽ സിങ്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ പറയുന്നത് സിങ്ക് ആവില്ല, അതായത് ലിപ് സിങ്ക് ഒന്നും കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ലിപ് സിങ്ക് കറക്റ്റ് ആവാത്തത് ഒരു സിനിമ എങ്ങനെ ഡയറക്റ്റ് ചെയ്യുമോ ഏകദേശം അതുപോലെയെങ്കിലും ഡയറക്റ്റ് ചെയ്തിട്ട് ഓരോ സീനിൽ ഇന്ന ആൾക്കാരാണ് ഇന്നതാണ് എന്നൊക്കെ അവർക്കൊരു മ്യൂസിക് കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ ലിപ്സിങ്ക് വരാതെ നമ്മൾ പറയുന്ന സംഭവങ്ങളുമായിട്ട് വലിയ രീതിയിൽ ബന്ധമില്ലാത്ത വിഷ്വൽസ് വരിക, എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടികൾ ഒപ്പിക്കുക, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഡീമോണിറ്റൈസേഷൻ ആവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു മോണിറ്റൈസേഷനായിട്ട് അത്യാവശ്യം പൈസ കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കട്ടാവുക. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ AI വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ പാറ്റേൺ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കുക. അതായത് സ്ഥിരമായിട്ട് ഒരേപോലെയുള്ള സ്റ്റോറീസ്, ഒരേപോലെയുള്ള സാധനങ്ങൾ മാത്രം ചെയ്യാതിരിക്കുക. അതിൽ പല രീതിയിലുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാറുണ്ട്. നമുക്കിപ്പോൾ ഒരു തീമാണെങ്കിലും പല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ ലാസ്റ്റ് ചെയ്ത ഒരു 10 വീഡിയോസൊക്കെ എടുത്ത് നോക്കുക. അതെല്ലാം ഒരുപോലെയാണോ തമ്പനയിലുള്ളത്, അതിൽ പറയുന്ന കാര്യങ്ങളിലെ മാറ്റങ്ങൾ എത്രത്തോളം ഉണ്ടെന്നൊക്കെ നോക്കുക. അതുപോലെ നിങ്ങൾ മറ്റ് ലാംഗ്വേജിലുള്ള വീഡിയോ എടുത്ത് മാറ്റുമ്പോൾ നിങ്ങൾ ജെമിനിയിലിട്ട് മാറ്റിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അതിൽ നിങ്ങളുടേതായ കുറേ സാധനങ്ങളെ ആഡ് ചെയ്യണം. അല്ലെങ്കിൽ അതിനെ മൊത്തം റീറൈറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കും, മ്യൂസിക്കും BGM ഒക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി സെലക്റ്റീവായിട്ട് നല്ല BGMs കൊടുക്കുക, നല്ല ഇതൊക്കെ ആഡ് ചെയ്യുക. കാരണം അതിൽ ആസിറ്റീസ് വരുന്ന സാധനം മാത്രം ചെയ്യരുത്. ഇപ്പം നമ്മളൊരു വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓൾറെഡി ഒരു BGM വരുന്നുണ്ടെങ്കിൽ അതിന് തന്നെ ഉപയോഗിക്കാതെ നിങ്ങളുടെ കഥക്കനുസരിച്ചുള്ള നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ എടുത്ത് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ 11 Labs പോലെയുള്ള ടൂൾ വെച്ചിട്ട് നമുക്ക് മ്യൂസിക് ജനറേറ്റ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ നമുക്ക് പെയ്ഡായിട്ടുള്ള കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമുക്കൊരു 300-400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇമോഷൻസ് വേണ്ട മ്യൂസിക്കാണ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സീരിയസ് അപ്രോച്ച് എടുത്ത് നിങ്ങൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് നല്ല റവന്യൂ കിട്ടും. ചില്ലറ റവന്യൂ അല്ല, നമുക്ക് 50,000 മുതൽ 1 lakh വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വെറുതെ ഇങ്ങനെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പറയുന്നതല്ല, നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് കിട്ടിക്കൊണ്ടിരിക്കുമ്പം ഇങ്ങനെ പോകുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാരണങ്ങളാണ് മോണിറ്റൈസേഷൻ കട്ടാവാനുള്ള പ്രധാന റീസൺസ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പാറ്റേൺ കൺസിസ്റ്റൻസിയാണ്. പിന്നെ നമ്മൾ വീഡിയോ ജനറേറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ, പിന്നെ നിങ്ങൾ ഇമേജ് മാത്രം ഇട്ടിട്ട് ചെയ്യാന്നുള്ളത്. ഇതൊക്കെ ചെയ്താൽ പോവും. ഇമേജൊക്കെ മാത്രം ഇട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ റിജക്റ്റ് ആവും, പിന്നത്തേക്കൊന്നും ഇല്ല. നമ്മൾ ഫസ്റ്റ് അപ്രോച്ചിൽ തന്നെ റിജക്റ്റ് ആയിട്ട് വരും. ബാക്കിയുള്ളത് മോണിറ്റൈസേഷനായി നമ്മൾ പൈസ കയറി വരുമ്പോഴാണ് കട്ടാവുക. അപ്പം നിങ്ങൾ AI വെച്ച് ചെയ്തോളൂ. AI വെച്ച് ചെയ്യുന്നതിനെ കൊണ്ടൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ലിങ്ക്, ജോയിൻ ചെയ്യേണ്ട രജിസ്ട്രേഷൻ ലിങ്ക് ഇടുന്നുണ്ട്. അതിൽ വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് വഴി ചോദിച്ച് മനസ്സിലാക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.